നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് PSC പരീക്ഷകൾക്ക് ഈ അടുത്ത് ചോദിച്ചു വരുന്ന മലയാളം വിഭാഗത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബെവ്കോ LD, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, IRB, ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് തുടങ്ങിയ പരീക്ഷകളുടെ മലയാളം വിഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അനാലിസിസ് ഇപ്പോൾ നടത്തുന്നു എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് മലയാളത്തിനുള്ള തയ്യാറെടുപ്പ് എങ്ങനെയായിരിക്കണം, ഏത് ഭാഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കുക, ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത് എന്നുള്ളതാണ്. ശരിയായ പദം ഏത്? പദശുദ്ധിയിൽ നിന്നും വരുന്ന ചോദ്യമാണ്. ഓപ്ഷൻ സി സതീർത്ഥ്യൻ എന്നുള്ളതാണ്. സതീർത്ഥ്യൻ എന്നാൽ കൂട്ടുകാരൻ, ചങ്ങാതി എന്നുള്ള അർത്ഥം വരുന്നു. സതീർത്ഥ്യൻ. കലഭവൻ മണി കുബേരൻ സിനിമയിൽ വിളിക്കുന്നുണ്ട് അല്ലേ, സതീർത്ഥ്യോ. എന്താണ് സതീർത്ഥ്യൻ? കൂട്ടുകാരൻ എന്നാണ് അർത്ഥം. അടുത്തത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത്? പറയാൻ ആഗ്രഹിക്കുന്നത്. ഒറ്റപ്പദം എന്ന വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഒറ്റപ്പദം. നോക്കുക, പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷ എന്നാണ്. പറയാനുള്ള ആഗ്രഹം വിവക്ഷ, പറയാൻ ആഗ്രഹിക്കുന്ന ആൾ വിവക്ഷു. മറ്റു ഓപ്ഷനുകൾ നോക്കി പോകാം. മീമാംസ എന്നാൽ അന്വേഷണം എന്നാണ് അർത്ഥം. മീമാംസ എന്നാൽ അന്വേഷണം. വിവക്ഷ നമ്മൾ പറഞ്ഞു, പറയാനുള്ള ആഗ്രഹം. വിവക്ഷു പറയാൻ ആഗ്രഹിക്കുന്ന ആൾ. ജിഗീഷ ജയിക്കാനുള്ള ആഗ്രഹം. ജിഗീഷു ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ദിദൃക്ഷ കാണാനുള്ള ആഗ്രഹം. ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. അടുത്തത് തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്ത്? അപ്പോൾ എല്ലാവരും തെറ്റിക്കുന്നത് ഈ തിക്തം എന്ന് കണ്ട ഉടനെ പലരും ഓപ്ഷൻ ഡി കയ്പ് എന്ന് എഴുതി വയ്ക്കും. തിക്താനുഭവങ്ങൾ, കയ്പേറിയ അനുഭവങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം. വിപരീത പദം എന്നാണ് തന്നിരിക്കുന്നത്. തിക്തം എന്നാൽ കയ്പ് എന്നാണെങ്കിൽ അതിൻ്റെ വിപരീതം മധുരം എന്നതാണ്. തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ ബി മധുരം എന്നുള്ളതാണ്. തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? വിപരീത പദം ഏത്? ഓപ്ഷൻ ബി മധുരം. അടുത്തത് ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ വിവർത്തനം ഏതാണ്? അപ്പോൾ വിവർത്തനം, ട്രാൻസ്ലേഷൻ, തർജ്ജമയിൽ നിന്ന് വന്നതാണ്. ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുമ്പോൾ കണ്ണിലുണ്ണി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏത്? മീൻ കൊച്ചു കുട്ടികളുടെ പാഠപുസ്തകത്തിലുള്ളതാണ് അല്ലേ. ഓപ്ഷൻ ഡി ജൽഷം എന്നുള്ളതാണ്. ജറം എന്നാൽ വെള്ളച്ചാട്ടം, നദി എന്നെല്ലാം അർത്ഥം വരുന്നു. ജറം എന്നാൽ കൂട്ടം എന്നും അർത്ഥമുണ്ട്. ഓക്കെ, അപ്പോൾ ജരി എന്താണ് ചോദിക്കും. ജരി യഥാർത്ഥത്തിൽ ജരം എന്ന് പറഞ്ഞാൽ ജരി എന്നാൽ പർവ്വതം എന്നർത്ഥമുണ്ട്. അപ്പോൾ നിർജരി, നിർജരം ചോദിക്കും. കാട്ടരുവിയാണ് നിർജരി എന്ന് പറയുക. അരുവി എന്നർത്ഥം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിർജരി എന്നോട് നോക്കിക്കുക. ജരി എന്നാൽ പർവ്വതം എന്നർത്ഥം വരുന്നുണ്ട്. പ്രത്യേക ഓർക്കുക. ജരം വെള്ളച്ചാട്ടം, പ്രവാഹം, നദി എന്നെല്ലാം അർത്ഥം വരുന്നു. കൂട്ടം എന്നും അർത്ഥം വരുന്നുണ്ട് ജലത്തിന്. ജാഡ എന്നതിന് യഥാർത്ഥത്തിൽ അർത്ഥമില്ല. ജാഡം എന്നാണെങ്കിൽ കുറ്റിക്കാട് എന്നാണ് അർത്ഥം വരുന്നത്. ജാഡം എന്നാണെങ്കിൽ കുറ്റിക്കാട്. ഭാജനം എന്നാൽ നമ്മൾ പറയാറുണ്ട് സ്നേഹഭാജനം, പാത്രമായി തീരുക അല്ലേ. സ്നേഹത്തിന് പാത്രമായി തീരുക. ഭാജനം എന്നാൽ പാത്രം എന്നാണ് അർത്ഥം. ജൽഷം മത്സ്യമാണ്. ജൽഷം മത്സ്യം അഥവാ മീനാണ്. അടുത്തത് ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ശൈലിയിൽ നിന്ന് വരുന്നതാണ്. ഏറ്റുപാടുക കഥകളിയുമായി ബന്ധപ്പെട്ടൊരു ശൈലിയാണ്. ശിങ്കിടി പാടുക, അതായത് മുഖ്യ പാട്ടുകാരനൊപ്പം അത് ഏറ്റുപാടുന്ന ആളെ ശിങ്കിടി എന്നാണ് പറയുക. മുഖ്യ പാട്ടുകാരൻ എന്താണോ പാടുന്നത്, അദ്ദേഹം എന്താണോ പറയുന്നത്, അത് ഏറ്റുപാടാനും പറയാനുമുള്ള ആളാണ് ശിങ്കിടി. ശിങ്കിടിക്ക് സ്വന്തമായിട്ട് അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. അതാണ് ശിങ്കിടി പാടുക. സ്വന്തമായി അഭിപ്രായമില്ലാതിരിക്കുക, മറ്റൊരാൾ പറയുന്നത് ഏറ്റുപറയുക എന്നാണ് അർത്ഥം. ശിങ്കിടി പാടുക എന്ന് പറഞ്ഞാൽ ഏറ്റുപാടുക എന്നാണ് അർത്ഥം. കഥകളിയുമായി ബന്ധപ്പെട്ട ശൈലി തന്നെയാണ്. ധനാശി പാടുക. ധനാശി പാടുക എന്നാൽ കഥകളിയുടെ അവസാനം കുറിക്കുന്നതാണ്. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. ധനാശി പാടുക കഥകളിയുമായി ബന്ധപ്പെട്ട ശൈലിയാണ്. അവസാനിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. അപ്പോൾ എങ്ങനെയാണ് കഥകളിയിൽ അവസാനം? അതുപോലെ തന്നെയാണ് ഭരതവാക്യം. ഭരതവാക്യം നാടകത്തിൻ്റെ അവസാനമാണ്. നാടകത്തിൻ്റെ അവസാനം. ഭരതവാക്യം തർജ്ജമ ചോദിക്കും ദ എൻഡ് എന്നാണ്. ഭരതവാക്യം തർജ്ജമ ചോദിക്കും. എന്താണ് ഭരതവാക്യത്തിൻ്റെ തർജ്ജമ? ദ എൻഡ്. എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനമാണ്. അതായത് നാടകത്തിൻ്റെ എല്ലാം അവസാനത്തെയാണെന്ന് പറയുക ഭരതവാക്യം. അപ്പോൾ എങ്ങനെയാണോ കഥകളിലെ ധനാശി പാടുക, അതുപോലെയാണ് നാടകത്തിന് ഭരതവാക്യം. നക്ഷത്രം എണ്ണിക്കുക. നമുക്ക് നക്ഷത്രം എണ്ണാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ
നക്ഷത്രം എണ്ണുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുക എന്നാണ്. നക്ഷത്രം എണ്ണിക്കുക പറഞ്ഞാൽ കഷ്ടപ്പെടുത്തുക. നക്ഷത്രം എണ്ണുക, കഷ്ടപ്പെടുക. നക്ഷത്രം എണ്ണിക്കുക, കഷ്ടപ്പെടുത്തുക. നാലും നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ശിങ്കടി പാടുക, ഏറ്റുപാടുക. ഭരതവാക്യം അവസാനം ദ എൻഡ്. നാടകത്തിൻ്റെ അവസാനത്തെയാണ് ഭരതവാക്യം എന്ന് പറയുക. ദ എൻഡ് അഥവാ അവസാന വാക്ക്. അടുത്തത് അവസാന വാക്യം. ദ എൻഡ് അവസാന വാക്യം എന്നുള്ള അർത്ഥത്തിൽ ഭരതവാക്യം എടുക്കുക. നക്ഷത്രം എണ്ണിക്കുക, കഷ്ടപ്പെടുത്തുക. ചുമ എന്നർത്ഥം വരുന്ന പദം ഏത്? ചുമ. നോക്കുക, ചുമ എന്നർത്ഥം വരുന്നത് കാസം എന്നതാണ്. കാസം. കല്യം എന്നാൽ പ്രഭാതം എന്നാണ്. കലിക എന്നാൽ പൂമൊട്ടാണ്. കൽപ്പകം എന്നാൽ തെങ്ങാണ്. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. അതുപോലെ തന്നെ എടുത്ത് ചോദിക്കുകയാണ്. ചില ഓപ്ഷനൊക്കെ മുൻപ് തന്നതാണ്. ഈ കാസം എന്നുണ്ടായിരുന്നു. അതിൽ കല്യം, കലിക, കൽപ്പകം ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. കലിക എന്ന് പറഞ്ഞാൽ പൂമുട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, കല്ലിക എന്ന് പറഞ്ഞാൽ പൂമുട്ട് എന്നാണ്. ഈ കല്യം, കൽപ്പകം ഒരു മുൻവർഷ ചോദ്യത്തിൽ ഓപ്ഷനായിട്ട് വന്ന രണ്ടെണ്ണം അതുപോലെ തന്നെ തന്നിരിക്കുക. കല്യം എന്നാൽ പ്രഭാതം, കല്ലിക പൂമുട്ട്, കൽപ്പകം തെങ്ങ്, കാസം ചുമ. കരി അധികം പുലി ചേർത്തെഴുത്ത് എന്ന വിഭാഗത്ത് വരുന്നതാ. കരി അധികം പുലി ഏതാ വരിക? കരിമ്പുലി. ഇത് ഏത് സന്ധിയാണ് ചോദിക്കും. ശ്രദ്ധിക്കുക, കരി അധികം പുലി അല്ലേ? കരി അധികം പുലി എന്നുള്ളത് ചേർത്തെഴുതുമ്പോൾ ക്ക് അധികം എന്ന് പറഞ്ഞിട്ട് വർണ്ണത്തിൽ വരും. ന് എന്ന വർണ്ണം അധികമായിട്ട് വരും. ഇത് ആഗമസന്ധിയാണ്. ഇതെന്ത് സന്ധിയാണ് ചോദിച്ചാൽ കരിമ്പുലി എന്ത് സന്ധിയാണ്? ആഗമസന്ധിയാണ്. ഓക്കെ, അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, പൂജക ബഹുവചനം വചനത്തിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞെന്നൊരു കാര്യം കൂടെയാണല്ലേ. വചനം എന്നാൽ ഒരു നാമം ഒന്നോ അതിലധികം എന്ന് കാണിക്കാനാണ്. ഉദാഹരണത്തിന് നമ്മളൊരു പേന എന്നതൊരു നാമമാണല്ലേ. അപ്പോൾ പേന എന്നതൊരു നാമമാണ്. അപ്പോൾ പേന എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് ഏകവചനമാണ്, ഒന്നിനെ കുറിക്കുന്നതാണ് പേന. അത് ഏകവചനമാണ്, ഒന്നിനെ മാത്രം കുറിക്കുന്നു എങ്കിൽ അത് ഒരു നാമം ഒന്നിനെ മാത്രം കുറിക്കുന്നെങ്കിൽ അതിൽ ഏകവചനമാണ്. രണ്ട് പേന ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്ത് പറയും? പേനകൾ എന്ന് പറയുന്നു. അപ്പോൾ ഒന്നിലധികം നാമത്തെ കുറിച്ചാൽ അതിനെ വിളിക്കുന്നത് ബഹുവചനം എന്നാണ്. ബഹുത്വത്തെ കാണിക്കുന്നതാണ് ബഹുവചനം. ഓക്കെ, ഒന്ന് മാത്രമാണ് ഒരു നാമമെങ്കിൽ ഇതിനെ ഏകവചനം എന്നും, ഒന്നിൽ കൂടുതൽ നാമമാണെങ്കിൽ അതിനെ ബഹുവചനം എന്നും വിളിക്കുന്നു. ഇനി അതിൽ തന്നെ ബഹുവചനത്തെ നമുക്ക് മൂന്നായി തിരിക്കാം. യഥാർത്ഥത്തിൽ ബഹുവചനം എന്ന് പറയുമ്പോൾ ബഹുത്വത്തെ കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഏകവചനത്തിന് മലയാള ഭാഷയിൽ പ്രത്യയമില്ല എന്നുകൂടെ പഠിച്ചു വയ്ക്കണം. ഒരുപാട് തവണ ചോദിച്ചാണ് ഏകവചനത്തിൻ്റെ പ്രത്യയം എന്ത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് പഠിക്കുകയെന്നുണ്ടെങ്കിൽ ബഹുവചനത്തിന് പ്രത്യയം ചോദിക്കും. കൾ, മാർ, അർ എന്നിവയാണ്. അതായത് ഏകവചന നാമങ്ങൾക്കൊപ്പം പ്രത്യയങ്ങൾ ചേർക്കുമ്പോഴാണ് അത് ബഹുവചനമാകുന്നത്. അപ്പോൾ പേന എന്നതൊരു ഏകവചനമാണ്. അതിനൊപ്പം കൾ എന്ന പ്രത്യയം ചേർക്കുമ്പോഴാണ് എന്താവുന്നത്? കൾ എന്ന പ്രത്യയം ചേർക്കുമ്പോൾ ഇത് പേനകൾ അഥവാ ബഹുവചനമായിട്ട് മാറുന്നു. ഓക്കെ, അതുപോലെ തന്നെ കുട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഏകവചനമാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് ബഹുവചനമാണ് അല്ലേ. അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഏകവചനമാണ്. അധ്യാപകർ എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. അപ്പോൾ നമ്മളവിടെ ചേർത്ത പ്രത്യയം അറാണ്. നേരത്തെ നമ്മൾ ചേർത്ത പ്രത്യയം കള്ളാണ്. ഇനി അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് മറ്റൊരു പ്രത്യയം മാർ അല്ലേ. അവന്മാർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ മാർ, കൾമാർ, അർ തുടങ്ങിയവയ്ക്ക് എന്താണ്? പ്രത്യയങ്ങൾ ചേർക്കുന്നത് എന്തിനാണ്? ബഹുത്വത്തെ കാണിക്കാനാണ്. ഒരു വചനത്തിൻ്റെ ബഹുത്വത്തെ കാണിക്കാനാണ്, ഒരു നാമത്തിൻ്റെ ബഹുത്വത്തെ കാണിക്കാനാണ് എന്താ? ബഹുവചനം. ബഹുവചന പ്രത്യേകം നോക്കണം. കൾ, മാർ, അർ. അമ്മമാർ, സഹോദരിമാർ പറയാറില്ലേ. ഇപ്പോൾ കൾ, മാർ, അർ എന്താണ്? ബഹുവചന പ്രത്യയമാണ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ കിട്ടണം. മലയാള ഭാഷയിൽ ഏകവചനത്തിന് പ്രത്യയമില്ല, ബഹുവചനത്തിനാണ് പ്രത്യയം. ഇനി ആ ബഹുവചനത്തെ മൂന്നായി തിരിക്കാമെന്ന് പറഞ്ഞു അല്ലേ. അതിൽ ഒന്നാമത്തെയാണ് സലിംഗ ബഹുവചനം. സലിംഗം എന്ന ലിംഗത്തോട് കൂടിയത് കേൾക്കുന്ന മാത്രമേ നമുക്കത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകം എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മളതിനെ സ്ത്രീ പുരുഷൻ എന്ന് വേർതിരിച്ചിട്ടുണ്ടാവില്ല. അതായത് നിങ്ങളോട് ഒരു പുഴ കാണിച്ച പുഴ, നദി എന്ന് പറയുമ്പോൾ നമ്മളത് കൊടുക്കുന്ന പേരാണ് കേട്ടോ. അപ്പോൾ പെരിയാർ, ഭാരതപ്പുഴ നമ്മളൊക്കെ കൊടുത്ത പേരാണ്. പക്ഷേ ഒരു പുഴ കണ്ടിട്ട് അത് സ്ത്രീയാണോ പുരുഷനാണോ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മരം, അത് സ്ത്രീയാണോ പുരുഷനാണോ
ഒരു പർവ്വതം സ്ത്രീയാണോ പുരുഷനാണോ? അല്ലേ? അപ്പം അത്തരത്തിൽ അത് രണ്ടും വേർതിരിച്ച് പറയാൻ സാധിക്കാത്ത ഒരു പേന തരുന്നു. ഞാൻ ചോദിക്കേണ്ടത് സ്ത്രീയാണോ പുരുഷനാണോ? അപ്പോൾ അത്തരത്തിൽ ചില വസ്തുക്കൾ നമുക്ക് കണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ നമ്മൾ വേർതിരിക്കാൻ പറ്റില്ല. സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവയാണ് എന്ത് പറയുക, നപുംസകം. ന പുംസകം, ന സ്ത്രീലിംഗം, ന പുല്ലിംഗം, അല്ലെ? ന പുംസകം, ന പുല്ലിംഗം, ന സ്ത്രീലിംഗം, അതാണ് നപുംസകലിംഗം. അപ്പോൾ സലിംഗം എന്നാൽ ലിംഗത്തോട് കൂടിയതാണ്. അപ്പോൾ ലിംഗത്തോട് കൂടിയെന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമുണ്ട്, പുല്ലിംഗമുണ്ട്, നപുംസകലിംഗമുണ്ട്. സ്ത്രീലിംഗമുണ്ട്, പുല്ലിംഗമുണ്ട്, നപുംസകലിംഗമുണ്ട്. ഇപ്പോൾ സ്ത്രീലിംഗം എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, നമുക്കത് തന്നെ ഉദാഹരണം തുടങ്ങാം. അമ്മ എന്നാൽ സ്ത്രീലിംഗമാണ്. അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീലിംഗമാണ്. അച്ഛൻ എന്ന് പറയുമ്പോഴോ പുല്ലിംഗമാണ്. അച്ഛൻ പുല്ലിംഗമാണ്. അപ്പോൾ ഒരു കല്ല് എന്ന് പറയുകയാണ്, ഒരു നദി എന്ന് പറയുകയാണ്, ഒരു പർവ്വതം എന്ന് പറയുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള പേന, നിങ്ങൾക്കത് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം പുരുഷനാണ്, അമ്മ എന്ന് കേൾക്കുമ്പോൾ സ്ത്രീയാണെന്നറിയാം, അല്ലേ? അത്തരത്തിൽ കേൾക്കുമ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ, പറയാൻ പറ്റുന്നില്ലെങ്കിൽ, ലിംഗം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ്? അത് നപുംസകലിംഗമാണ്. കൂടുതലും ഈ കാട്, പർവ്വതം, മലയൊക്കെ ഉദാഹരണമായിട്ട് എടുത്ത് വയ്ക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പേന എന്താണ്? നപുംസകമാണ്. അത് സ്ത്രീയാണോ പുരുഷനാണോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത്രയേ ഉള്ളൂ. രണ്ടാമതാണ് അലിംഗം. ആ ലിംഗം, ഉഭയലിംഗം, സാമാന്യലിംഗം എല്ലാം ഒന്നാണ്. അലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗത്തെയും പുല്ലിംഗത്തെയും ചേർത്ത് പറയുന്നതാണ്. സ്ത്രീലിംഗത്തെയും പുല്ലിംഗത്തെയും ചേർത്ത് പറയുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ ജനങ്ങൾ എന്ന് പറയുകയാണ്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീ ജനങ്ങളുണ്ടാവും, പുരുഷ ജനങ്ങളുണ്ടാവും, അല്ലേ? സ്ത്രീ ജനങ്ങളുണ്ടാവും, പുരുഷ ജനങ്ങളുണ്ടാകും. അതുകൂടാതെ പണിക്കാർ എന്ന് പറയുകയാണ്. അതിലും സ്ത്രീകളുണ്ടാവും, പുരുഷന്മാരുണ്ടാവും. വിദ്യാർത്ഥികൾ എന്ന് പറയുകയാണ്. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീ വിദ്യാർത്ഥിയും ഉണ്ടാവും, വിദ്യാർത്ഥിനിയും ഉണ്ടാവും, അല്ലേ? അപ്പോൾ അത്തരത്തിൽ രണ്ടുപേരെയും ചേർത്ത് പറഞ്ഞാൽ അതെന്താണ്? അലിംഗമാണ്. അലിംഗം, ഉഭയലിംഗം, സാമാന്യലിംഗം എല്ലാം ഒന്ന് തന്നെയാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്താണ് പൂജക ബഹുവചനം. അലിംഗം, സലിംഗം, പൂജകം എന്നാണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. പൂജകമാണ്. പൂജകം എന്ന് പറഞ്ഞാൽ അവ ഏകവചന നാമമായിരിക്കും, ഒന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ബഹുവചനത്തിൻ്റെ പ്രത്യയങ്ങളുണ്ടല്ലോ, കൾ, മാർ, അർ, അതിൽ കള്ളും അറൊക്കെ ചേർത്ത് കൊടുത്താൽ അത് പൂജക ബഹുവചനമാണ്. എണ്ണം കൊണ്ട് ഒന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് ബഹുവചന പ്രത്യയമായ കള്ളും അറൊക്കെ ചേർത്ത് കൊടുക്കും. ഉദാഹരണം പറയുകയാണെന്ന് നമ്മുടെ ഈ ഓപ്ഷൻ തന്നെ നോക്കുക. സ്വാമികൾ എന്ന് പറയുമ്പോൾ സ്വാമി എന്ന് പറയുന്നത് ഒരു നാമമാണ്. പക്ഷെ ബഹുമാനം കാണിക്കാൻ കൾ എന്ന പ്രത്യയം ചേർക്കുന്നു, സ്വാമികൾ എന്നാവുന്നു. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മരങ്ങൾ എന്ന് പറയുമ്പോൾ മരത്തിന് ലിംഗം നമുക്ക് വേർതിരിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം അതെന്താണ്? നപുംസകലിംഗമാണ്. അധ്യാപകന്മാർ ലിംഗമുണ്ട്, പുല്ലിംഗമാണ്. അത് ഇതിലെ വരിക സലിംഗത്തിലാണ്. വേലക്കാർ എന്ന് പറയുമ്പോൾ എന്താണ്? അലിംഗമാണ്. രണ്ടുപേരെയും ചേർത്ത് പറയുന്നതാണ്. സ്ത്രീയും ഉണ്ടാവും, പുരുഷനും ഉണ്ടാവും. ഓക്കെ, വേലക്കാരനും ഉണ്ടാവും, വേലക്കാരിയും ഉണ്ടാവും. അത് അലിംഗമാണ്. അധ്യാപകന്മാർ സലിംഗമാണ്, കാരണം അതിൽ പുല്ലിംഗം എടുത്തു പറയാൻ പറ്റുന്നുണ്ട്. സലിംഗം, ലിംഗത്തോട് കൂടിയത്. ആ ലിംഗം രണ്ടും ചേർന്നത്, അല്ലെങ്കിൽ ഉഭയലിംഗം എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി, രണ്ടും ഉള്ളത്. സ്വാമികൾ എന്താണ്? സ്വാമികൾ എന്ന് പറയുമ്പോൾ പൂജക ബഹുവചനമാണ്. മരങ്ങൾ എന്ന് പറഞ്ഞാൽ നപുംസകമാണ്. നപുംസകം ഏതിൻ്റെ കീഴിൽ വരുന്നു? സലിംഗത്തിന് കീഴിൽ വരുന്നു. കൂടുതൽ ഉദാഹരണം പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ദ്രോണർ അർ എന്ന പ്രത്യയം വരുന്നു, അല്ലേ? ഭീഷ്മർ, ന്യായാധിപർ, പത്രാധിപർ, തിരുവടികൾ എല്ലാവരും കേൾക്കുന്നതാണ്. വൈദ്യർ. ഓക്കെ, അപ്പോൾ ഇവയെല്ലാം ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് അർ, കൾ ഇവ ചേർക്കുകയാണെങ്കിൽ, ഏകവചന നാമങ്ങൾക്കൊപ്പം ബഹുമാന സൂചകമായിട്ട് അൾ, കർ ഇവ ചേർക്കുകയാണെങ്കിൽ അതെന്താണ്? പൂജക ബഹുവചനമാണ്. അടുത്തത് വിഗ്രഹത്തിൽ വരുന്നതാണ്, വിഗ്രഹാർത്ഥമൊക്കെ വരുന്നതാണ്, അല്ലേ? വെയിൽനാളം എന്താണ്? വെയിലിൻ്റെ നാളം. വെയിൽനാളം എന്താണ്? വെയിലിൻ്റെ നാളം എന്നുള്ളതാണ്. അടുത്തത് രണ്ടാമത്തെ സെറ്റാണ്. തെറ്റില്ലാത്ത വാക്യം ഇത്. നന്ദി രേഖപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, നന്ദി തരുന്നു, നന്ദി വാങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം നന്ദി തരുന്നു, നന്ദി വാങ്ങുന്നത് രണ്ടും തരം തെറ്റാണ്. പിന്നെ എല്ലാവർക്കും സംശയം ഉണ്ടാവും, നന്ദി പറയുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ ഒരാൾക്ക് ഒരു പ്രസംഗം എഴുതി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നന്ദി രേഖപ്പെടുത്തുന്നു. പക്ഷേ ഒരിക്കലും അത് അങ്ങനെ ചെയ്യരുത്. നന്ദി പറയുന്നു എന്നുള്ളതാണ്, പറയുകയാണ് ചെയ്യുക. എഴുതുന്ന സമയത്ത് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. കൃതജ്ഞത, അല്ലേ? ഒരാൾ പറയുന്ന സമയത്ത് എന്തെന്നെ പറയണം? നന്ദി പറയുന്നു. പറയുകയാണെങ്കിൽ എന്താണ്? നന്ദി പറയുന്നു. അതാണ് ശരിയായത്. നന്ദി
പറയുന്നു. അടുത്തത് ചേറ്റിൽ കുത്തിയ കൈ ചോട്ടിൽ കുത്താം. ചേറ്റിൽ കുത്തിയ കൈ ചോട്ടിൽ കുത്താം. ചേറ്റിൽ കുത്തുക എന്ന് പറയുമ്പോൾ അധ്വാനിക്കുന്നവർക്കാണ്. അധ്വാനിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷണം കഴിക്കാൻ പറ്റും അല്ലേ? അവർക്കാണ് യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കാൻ. ഒരു പണിയില്ലാതെ ഇരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യത ഇല്ല എന്നുള്ള പറയാം. അതായത് എന്താണ്, മടിയന്മാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ആ ഒരു ശൈലിയുടെ അർത്ഥം എന്താണ്? അധ്വാനത്തിൻ്റെ മഹത്വമാണ്. എന്താണ് അധ്വാനത്തിൻ്റെ മഹത്വം? ചേറ്റിൽ കുത്തിയ കൈ ചോട്ടിൽ കുത്താമെന്നാണ്. പണിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അർഹിക്കുന്ന ഒരു സ്ഥാനം നമുക്ക് കിട്ടും. അത് അധ്വാനത്തിൻ്റെ മഹത്വമാണ്. ഓഫ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. ഓഫ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന് പറയുമ്പോൾ അത് വിവർത്തനത്തിൽ വരുന്നതാണ്, പരിഭാഷയിൽ വരുന്നതാണ്. എന്താണ് ഓഫ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ വിത്ത് ഗുണം 10 ഗുണം എന്നുള്ളതാണ്. വിത്ത് ഗുണം 10 ഗുണം എന്നുള്ളതാണ്. അസ് യു സോ ഷാൾ യു റീപ്പ് എന്നുള്ളതാണ്. വിതച്ചതേ കൊയ്യൂ എന്നാണ് അർത്ഥം വരിക. വിതച്ചതേ കൊയ്യൂ. അപ്പോൾ ഒരുപാട് തവണ PSC ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചില തർജ്ജമ കൂടെ നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ. ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കും. അപ്പോൾ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നം എന്നാണ്. ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നം. അതുപോലെ തന്നെ ഒന്നാണ് ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രീത്ത്. ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവൻ പതുക്കെ പറഞ്ഞു. അവൻ ശ്വാസത്തിനും പതുക്കെ പറഞ്ഞു എന്നാണ് അല്ലേ യഥാർത്ഥത്തിൽ തർജ്ജമ. അവൻ പതുക്കെ പറഞ്ഞു എന്നാണ്. ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രീത്ത് എന്ന് പറഞ്ഞാൽ അവൻ പതുക്കെ പറഞ്ഞു. അടുത്തത് ദ ഗേൾ ലുക്സ് ലൈക്ക് ഹെർ മദർ. ദ ഗേൾ ലുക്സ് ലൈക്ക് ഹെർ മദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പെൺകുട്ടി അവളുടെ അമ്മയെപ്പോലെയാണ്. ആ പെൺകുട്ടി അവളുടെ അമ്മയെപ്പോലെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് കാൾ അപ്പോൺ. CALLUPON. കാൾ അപ്പോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷണിക്കുക എന്നാണ്. ഇൻവൈറ്റ് എന്നല്ലേ. കാൾ അപ്പോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷണിക്കുക. കം ഔട്ട് എഗെയിൻസ്റ്റ്. കം ഔട്ട് എഗെയിൻസ്റ്റ് എന്താണ്? പരസ്യമായി എതിർക്കുക. കം ഔട്ട് എഗെയിൻസ്റ്റ് പരസ്യമായി എതിർക്കുക. ഗെറ്റ് എലോങ് വിത്ത്. ഗെറ്റ് എലോങ് വിത്ത്. ALONG. ഗെറ്റ് എലോങ് വിത്ത് എന്താണ്? ഗെറ്റ് എലോങ് വിത്ത് എന്നാൽ മറ്റൊരാളുമായി നല്ല ബന്ധത്തിലായിരിക്കുക. ഗെറ്റ് എലോങ് വിത്ത് മറ്റൊരാളുമായി നല്ല ബന്ധത്തിലായിരിക്കുക. അടുത്തത് പുട്ട് ഓഫ് എന്നുള്ളതാണ്. പുട്ട് ഓഫ് എന്നാൽ മാറ്റിവെക്കുക എന്നാണ് അർത്ഥം. പുട്ട് ഓഫ് എന്നാൽ മാറ്റിവെക്കുക. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഒന്നുകൂടെ പറയാം. പുട്ട് ഓഫ് മാറ്റിവെക്കുക. കാൾ അപ്പോൺ ക്ഷണിക്കുക. കം ഔട്ട് എഗെയിൻസ്റ്റ് പരസ്യമായി എതിർക്കുക. കം ഔട്ട് എഗെയിൻസ്റ്റ് എന്നാൽ പരസ്യമായി എതിർക്കുക. ഗെറ്റ് എലോങ് വിത്ത് മറ്റൊരാളുമായി നല്ല ബന്ധത്തിലായിരിക്കുക. മറ്റൊരാളുമായി നല്ല ബന്ധത്തിലായിരിക്കുക തുടങ്ങിയവയാണ് വളരെ പ്രധാനപ്പെട്ട തർജ്ജമയാണ്. അപ്പോൾ കൂടുതൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം. പ്രോസസ്സ് എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ. പ്രോസസ്സ് എന്നാണ് നടപടി അല്ലേ. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നടപടികൾ എന്നാണ് യഥാർത്ഥ അർത്ഥം. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നടപടി അല്ലെങ്കിൽ നടപടികൾ എന്നാണ് യഥാർത്ഥ അർത്ഥം. പ്രോസസ്സ് പ്രത്യേകം നോക്കി വയ്ക്കുക. ഒരുപാട് തവണ PSC ചില പദങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ചില പദങ്ങളായിരിക്കും എടുത്തിട്ടുണ്ടാവും. നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ ഉപയോഗിക്കുന്നവയായിരിക്കാം. പക്ഷെ പെട്ടെന്ന് പരീക്ഷയ്ക്ക് കണ്ടാൽ ഉത്തരം സാധിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയെ അല്ലേ. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന മറ്റൊന്നാണ് ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ എന്താണ് ചോദിക്കുക. അപ്പോൾ ഇത് ഒരു മുൻവർഷ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്താണ്. സൂര്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തി ജ്വലിക്കുക എന്നാണ്. നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തി ജ്വലിക്കുക എന്നതാണ്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഹെർക്കുലിയൻ ടാസ്ക് ഒന്ന് ഓർത്ത് വയ്ക്കണേ. ഒരുപാട് തവണ ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ഹെർക്കുലിയൻ ടാസ്ക് എന്നാണ് ഭഗീരഥ പ്രയത്നം. ഹെർക്കുലിയൻ ടാസ്ക് ഭഗീരഥ പ്രയത്നം. അതുപോലെ തന്നെ ഇൻ അക്കോർഡൻസ് വിത്ത്. ഇൻ അക്കോർഡൻസ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥ തർജ്ജമ? ഇൻ അക്കോർഡൻസ് വിത്ത് നമ്മളെപ്പോഴും പറയുന്നതാണ് അല്ലേ. ഇൻ അക്കോർഡൻസ് വിത്ത് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച്. ഇൻ അക്കോർഡൻസ് വിത്ത്. ACCORDANCE. ഇൻ അക്കോർഡൻസ് വിത്ത് അതനുസരിച്ച്. ഇൻ അക്കോർഡൻസ് വിത്ത് അതനുസരിച്ച്. അടുത്തത് ലയൺസ് ഷെയർ. ലയൺസ് LION അപ്പോസ്ട്രഫി N. LION അപ്പോസ്ട്രഫി N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലയൺസ് സിംഹത്തിൻ്റെ ഭാഗം, സിംഹഭാഗം അല്ലേ. ലയൺസ് ഷെയർ SHARE. ലയൺസ് ഷെയർ എന്നാൽ
സിംഹഭാഗം. എന്താണ് സിംഹഭാഗം? മേജർ പാർട്ട്, വളരെ പ്രധാനപ്പെട്ട ഭാഗം അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഭാഗം. നിങ്ങളുടെ പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, സിംഹഭാഗമാണ് ഇത്. മലയാളത്തിലെ 10 മാർക്ക്, നിങ്ങളുടെ മാർക്ക് നിർണ്ണയിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ഈ 10 മാർക്ക്. അതുപോലെ തന്നെ ലെസ് മിസറബിൾസ്, അത് യഥാർത്ഥത്തിൽ ലേ മിസറബിൾസ് എന്നാണ് വായിക്കുക. LES ക്യാപിറ്റൽ ലെറ്റർ MISERABLES ഇതിൻ്റെ മലയാള പരിഭാഷ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഇത് തർജ്ജമയിൽ വരുന്ന തന്നെയാണ്. ലേ മിസറബിൾസ് എന്ന് പറയുമ്പോൾ പാവങ്ങൾ എന്നാണ് കൃതി. എന്താണ്? പാവങ്ങൾ. ഇതിന് മലയാള പരിഭാഷ ചോദിച്ചെന്താണ്? പാവങ്ങൾ എന്നാണ്. ഓക്കെ. വെൻ ഇൻ റോം ബി എ റോമൻ. വെൻ ഇൻ റോം ബി എ റോമൻ. ഇതിന് സമാനമായ മലയാളം ചൊല്ല്. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. വെൻ ഇൻ റോം ബി എ റോമൻ. നമ്മൾ റോമിലായിരിക്കും എന്താണ്? റോമനായിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട മലയാള ശൈലി ചോദിക്കുകയാണെങ്കിൽ ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നുക അല്ലേ? വെൻ ഇൻ റോം ബി എ റോമൻ. വെൻ ഇൻ റോം ബി എ റോമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നുക. ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നുക. അടുത്തത് ഹീ ഈസ് എ വെൽ നോൺ ഡ്രാമാറ്റിസ്റ്റ്. ഹീ ഈസ് എ വെൽ നോൺ ഡ്രാമാറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീ ഈസ് എ വെൽ നോൺ ഡ്രാമാറ്റിസ്റ്റ്. DRAMATIST. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. നമ്മളെല്ലാവരും തെറ്റിക്കും. എന്താണ്? അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ് എന്നാണ്. ഡ്രാമാറ്റിസ്റ്റ് എന്നാണ് പറഞ്ഞത്. DRAMATIST എന്നാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ്. ഓക്കെ. ആർട്ടിസ്റ്റ് എന്ന് എഴുതരുത്. DRAMATIST എന്ന് തന്നെ എഴുതണം. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ്. അടുത്തത് എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ്. DUNG. എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ് എന്നതിന് യോജിച്ച മലയാളം ചൊല്ല് എന്ത് എന്നുള്ളതാണ്. യോജിച്ച മലയാളം ചൊല്ലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ് എന്നാൽ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. അടുത്തത് ടു ഗ്രീസ് ദ പാം. GREASE. ടു ഗ്രീസ് ദ പാം. PALM എന്ന് പറഞ്ഞാൽ എന്താണ് തർജ്ജമ ചോദിച്ചിട്ടുണ്ട്. കൈക്കൂലി കൊടുക്കുക. ടു ഗ്രീസ് ദ പാം. PALM കൈക്കൂലി കൊടുക്കുക. പാം എന്ന് പറഞ്ഞാൽ കൈപ്പത്തി എന്നാണ് അല്ലേ? ഇപ്പോൾ ടു ഗ്രീസ് ദ പാം എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കുക. ടു ഗ്രീസ് GREASE ദ പാം PALM. ഇതാണ് കൈക്കൂലി. കൈപ്പത്തിയിലല്ലേ വയ്ക്കുക, അപ്പോൾ കൈക്കൂലി കൊടുക്കുക എന്ന് ഓർത്താൽ മതി. അടുത്തത് വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. ഇതിന് തുല്യമായ പ്രയോഗം എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് തുല്യമായ പ്രയോഗം ചോദിക്കുമ്പോൾ വിസ്ഡം ആൻഡ് ബ്യൂട്ടി, ഇപ്പോൾ രണ്ടും എന്താണ്? യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. വളരെ ചുരുക്കമായിട്ട് ഒരു വ്യക്തിയിൽ വരുള്ളൂ എന്നാണ് അല്ലേ? ഇപ്പോൾ അഴകുള്ള ചക്കയിൽ ചുളയില്ല. വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ എന്ന് പറയുമ്പോൾ അഴകുള്ള ചക്കയിൽ ചുളയില്ല. രണ്ടും വളരെ റെയറാണ് അല്ലേ? അങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പോൾ അഴകുള്ള ചക്കയിൽ എന്തുണ്ടാവില്ല? ചുള ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അഴകുള്ള ചക്കയിൽ എന്തുണ്ടാവില്ല? ചുള ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. നമ്മൾ പഠിച്ചതാണ്, പെട്ടെന്ന് ഓർമ്മ നമുക്ക് പറഞ്ഞു തന്നുള്ളൂ. ഇപ്പോൾ നിർജ്ജരി എന്ന് പറഞ്ഞ പർവ്വതമാണ്. നിർജ്ജരം. ജരി എന്ന് പറഞ്ഞ പർവ്വതമാണ്. നിർജ്ജരം. ജരം എന്ന് പറഞ്ഞാൽ അരുവിയാറ് എന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ ഈ ഭാഗത്ത് നിന്ന് വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചേർത്തെഴുതുക. ഈ അധികം അൾ. ഈ അധികം അൾ എന്നതിനെ എങ്ങനെയാണ് ചേർത്തെഴുതുക എന്ന് പ്രത്യേകം നോക്കണം. ചേർത്തെഴുത്ത് പിരിച്ചെഴുത്തിൽ ചോദ്യം ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ അത് നോക്കി പോകുന്നതാണ്. ഈ അധികം അൾ എന്താണ്? ഇവൾ. ഈ അധികം അൾ എന്താണ് വരിക? ഇവൾ. അങ്ങനെയെങ്കിൽ ഈ അധികം അന്നാണെങ്കിലോ? ഈ അധികം അൻ എന്നാണെങ്കിൽ ഇവൻ. ഈ അധികം അൻ എന്നാണെങ്കിൽ ഇവൻ. ഓക്കെ. ഈ അധികം അൻ ഇവൻ എന്നാണെങ്കിൽ ആ അധികം അൻ എന്തായിരിക്കും? അവൻ. ആ അധികം അൻ അവൻ. ഓക്കെ. ആ അധികം അൾ എന്തായിരിക്കും? അവൾ. ആ അധികം അൾ എന്താണ്? അവൾ. അടുത്തത് നിൻ അധികം കൾ. നിൻ അധികം കൾ നിങ്ങൾ. നിൻ
അധികം കൾ എന്താണ് നിങ്ങൾ. ഓക്കെ, ഈ ഒരു കേസിൽ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ വെണ്മ എന്നൊരു വാക്ക് വരികയാണ്. ഈ ഇന്മ എന്നൊരു വാക്ക് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന് അതിച്ചിഹ്നം എന്ന് പറയുക. ഇന്മ എന്ന വാക്കാണെങ്കിൽ അതിച്ചിഹ്നത്തിന് മുമ്പ് ള് എന്ന് വരണം, അതിച്ചിഹ്നം കഴിഞ്ഞ് മാ എന്ന് വരണം. നമുക്കറിയാം വെണ്മ എന്താവും? വെള്ള് അധികം മാ എന്താവും? വെള് അധികം മാ എന്നാവും. അപ്പോൾ ഇന്മ എന്ന വാക്ക് വന്നാൽ അതിച്ചിഹ്നത്തിന് മുമ്പുള്ള ആ ചുണ്ടക്കല വരണം, അതിച്ചിഹ്നം കഴിഞ്ഞ് മാ വരണമെന്നത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക, പ്രത്യേകം ഓർത്ത് വയ്ക്കുക. പിടിച്ചു എന്നത് എങ്ങനെ? നിങ്ങൾ പിടിച്ചു എന്ന വാക്ക് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? പിടി അധികം തു. എന്താണ്? പിടി അധികം തു. അങ്ങനെയെങ്കിൽ കടിച്ചു എന്ന് പറയുമ്പോൾ കടി അധികം തു, കടിച്ചു, കടി അധികം തു. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ അത്തരത്തിൽ ചില ട്രിക്കുകൾ മാത്രം നോക്കി പോയാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുളിച്ചു എന്നുള്ള വാക്ക്, അപ്പോൾ അത്തരത്തിലൊക്കെ വന്നുമ്പോൾ അവസാനം അധികം തു അല്ലേ, അധികം തു എന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ മറ്റൊരു ടൈപ്പ് ചോദ്യം കൂടെ ഉണ്ട്. എപ്പോഴും ഓർക്കേണ്ടത് നന്മ എന്ന വാക്ക് നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതിൽ പിരിച്ചെഴുത്തിൽ നൽ അധികം മാ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നന്മ എന്ന വാക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ. അതിച്ചിഹ്നത്തിന് മുമ്പ് ഇന്ന് എന്താവും? ഇല്ലാവും. അതിച്ചിഹ്നത്തിന് മുമ്പ് എന്താവും? ഇന്ന് ഇല്ലാവും. നിങ്ങൾ പൊൻകണി എന്നൊരു വാക്ക്, ഉദാഹരണത്തിന് പൊൻകണി എന്നൊരു വാക്കാണ് നിങ്ങൾ എഴുതുന്നത്. അത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും ചോദിച്ചാൽ പൊൻ എന്താവും? ഇല്ലാവും. പൊൻ എന്താവും? ഇല്ലാവും. പൊൽ അധികം കണി എന്നാവും. പൊൽ അധികം കണി എന്നാവും. പ്രത്യേകം ഓർത്ത് വയ്ക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്നാണ് വരുന്നതെങ്കിൽ ഇല്ലാവും, ഇല്ലാണ് വരുന്നതെങ്കിൽ ഇന്നാവും. ഈ ഒരു ടൈപ്പിൽ ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർക്കണം. ഈ ചായും ഈ ചായും എപ്പോഴും PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഒറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞു തരുള്ളൂ, നിങ്ങൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ത് അധികം ശ. ഒരു പദത്തിൽ അതിച്ചിഹ്നത്തിന് തൊട്ട് മുമ്പ് തേയും അതിച്ചിഹ്നം കഴിഞ്ഞ് വരുന്ന ശായുമാണെങ്കിൽ അച്ഛൻ്റെ ചായാണ് ചേർത്തെഴുത്തിൽ വരിക. തല്ലാനും ശക. ത് അധികം ചായാണെങ്കിൽ അച്ഛൻ്റെ ചായാണ് വരിക. തല്ലാനും ശകാരിക്കാനും ആർക്കാണ് അധികാരം? അച്ഛനാണ്. ത് അധികം ശ, അച്ഛൻ്റെ ച. തല്ലാനും ശകാരിക്കാനും അധികാരം അച്ഛനാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവത് അധികം ശവം. ജീവത് അധികം ശവം എന്നാണെങ്കിൽ, ജീവത് അധികം ശവം എന്നാണെങ്കിൽ ജീവച്ഛവം എന്നാണ് വരിക. അച്ഛൻ്റെ ചായാണ്. ജീവച്ഛവം എന്നാണ് വരിക. ജീവത് അധികം ശവം, ജീവച്ഛവം, ജീവച്ഛവം. ഓക്കെ, അതുകൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടത്, ത് അധികം ച ആണെങ്കിൽ, ത് അധികം ച ആണെങ്കിൽ ഇരട്ടിച്ച ചായാണ്. ത് അധികം ചായാണെങ്കിൽ ഇരട്ടിച്ച ച. ഒന്നുകൂടെ പറയാം. ത് അധികം ചായാണെങ്കിൽ തല്ലാനും ശകാരിക്കാനും അച്ഛനാണ് അധികാരം. ഈ ചായാണ് വരിക. ത് അധികം ചായാണെങ്കിൽ ച എന്നുള്ളതാണ്. നമ്മൾ ത് അധികം ച ഉദാഹരണം നോക്കുക. മഹത് അധികം ചരിതം. എന്താണ്? മഹത് അധികം ചരിതം. മഹത് അധികം ചരിതം. അതിച്ചിഹ്നത്തിന് മുമ്പ് എന്താണ്? ത്. അതിച്ചിഹ്നം കഴിഞ്ഞ് ച. അപ്പോൾ ചേർത്തതിൽ ഏത് വരണം? മഹച്ചരിതം. ഈ ചായാണ് വേണ്ടത്. മഹച്ചരിതം. അതല്ലേ നിങ്ങൾ കഴിഞ്ഞ തവണ എക്സാമിനുണ്ടായിരുന്നത്? ശരത്ത് അധികം ചന്ദ്രൻ. തും ചായും ചേർത്തെഴുത്തൽ ച, ശരത്ചന്ദ്രൻ എന്ന് വരണം. ചലത് അധികം ചിത്രം. ഏറ്റവും നല്ല എക്സാമ്പിളാണ് ചലത് അധികം ചിത്രം. ചലത് അധികം ചിത്രം. അതിച്ചിഹ്നത്തിന് തൊട്ട് മുമ്പ് ത്, അതിച്ചിഹ്നം കഴിഞ്ഞ് ച. എന്താണ്? അച്ഛൻ്റെ ച, ചിത്രം. ക്ഷമിക്കണം, അച്ചാറിലെ ച, ചലച്ചിത്രം. ഓക്കെ, മഹത് അധികം ചരിതം, മഹച്ചരിതം ഓർത്ത് വയ്ക്കണം. ചലത് അധികം ചിത്രം, ശരത്ത് അധികം ചന്ദ്രൻ. ഓക്കെ, ഇവയെല്ലാം ഒരേ ടൈപ്പ് ചോദ്യങ്ങളാണ്. ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. എന്തോർത്താൽ മതി? ത് അധികം ശ. അതിച്ചിഹ്നത്തിന് മുമ്പ് തേവും അതിച്ചിഹ്നം കഴിഞ്ഞ് ശായും വന്ന ചേർത്തെഴുത്തിൽ അച്ഛൻ്റെ ച. അതിച്ചിഹ്നത്തിന് മുമ്പ് ത്, അതിച്ചിഹ്നം കഴിഞ്ഞ് ത, അച്ചാറിലെ ച. ഓക്കെ,
ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ ഇൽ ഇൻ പറഞ്ഞത് ഓർത്ത് വയ്ക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മടിശീല എന്നൊരു ചോദ്യം നമുക്ക് അത് വരുമ്പോൾ നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. മടിശീല എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് മെല്ലെ സ്കിപ്പ് ചെയ്ത് വരാം. കുളം കോരി ശൈലിയുടെ അർത്ഥം എന്ത്? ശൈലി എന്ന് പറഞ്ഞ ചോദ്യം. കുളം കോരി എന്താണ്? കുളം കോരുക എന്നാൽ നശിപ്പിക്കുക. കുളം കോരുക എന്നാൽ നശിപ്പിക്കുക. ഓക്കെ, അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? തടിനി എന്നാണ്. തളിമം എന്ന് പറഞ്ഞാലും തളിമം എന്നാലും തലിനം എന്ന് പറഞ്ഞാലും കിടക്ക, കട്ടിൽ എന്നല്ല അർത്ഥം വരുന്നു. സൈകതം എന്നാൽ മണൽത്തിട്ട് എന്നാണ് അർത്ഥം. സൈകതം എന്നാൽ മണൽത്തിട്ട്, ചൈല്യം എന്നല്ല അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ നദി എന്നതിൻ്റെ പര്യായം, ഇതൊരു മുൻവർഷ ചോദ്യമാണ്. ഈ ഓപ്ഷനൊക്കെ മുൻപ് വന്നതാണ്. തടിനി എന്നാൽ പറഞ്ഞാൽ എന്താണ്? നദി എന്നാണ് അർത്ഥം. മുൻപ് വന്നത് കടൽ എന്നതിന് പര്യായമല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലാണ് തടിനി വന്നത്. അതൊരു ഓപ്ഷനായിട്ട് വന്നതാണ്. ഇത്തവണ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വന്നു. നദിയുടെ പര്യായം ഏതാണ്? തടിനി എന്നുള്ളതാണ്. വിപരീത പദം എഴുതുക. ചഞ്ചലം, അചഞ്ചലം. ചഞ്ചലം, അചഞ്ചലം. ഓക്കെ, നമ്മളതിൻ്റെ പാർട്ട് 2 ചെയ്യുന്നുണ്ട്. അതിൽ വിപരീത പദം, പര്യായ പദം, ഒറ്റപ്പദം ഇവയെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അടുത്തത് ഉന്മ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നേരത്തെ നിങ്ങൾ ഒരു ലോജിക്ക് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഉന്മ എന്ന വാക്ക് വന്നെന്താണ്? ഉള്ള് അധികം മ. നമ്മൾ നേരത്തെ വെണ്മ നോക്കിയില്ല. അപ്പോൾ വെള് അധികം മ. അപ്പോൾ ഉണ്മ എന്നെങ്ങനെയായിരിക്കും? ഉന്മ എന്നാൽ അതിച്ചനത്തിന് മുമ്പ് ള് വരണം, അതിച്ചനം കഴിഞ്ഞ് മാ വരണം. വെണ്മ. ഉള്ള് അധികം മ എന്തായി? ഉന്മ എന്നായി. ഉള്ളു അധികം മ എന്തായി? ഉന്മ എന്നായി. അടുത്തത് ശരിയായ പദം ഏത്? ശരിയായ പദം ഏത്? അപ്പോൾ ഷ് അധികം ച അല്ലേ, ഏത് വരണം? നിശ്ചയം എന്ന് പറയുമ്പോൾ ഷായും ചായും ചേർന്നത്. ഷായും ചായും നിശ്ചയം എന്നാണ് വേണ്ടത്. ഇതാണ് ഉറപ്പ് എന്നാണ് അർത്ഥം അല്ലേ, നിശ്ചയിക്കുക അല്ലേ. സന്ദേഹം, നിശ്ചയം. സന്ദേഹം എന്ന് പറഞ്ഞാൽ സംശയം, നിശ്ചയം എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ ഏതാണ് വേണ്ടത്? നിശ്ചയം എന്നാണ് എഴുതേണ്ടത്. നിശ്ചയം. ഏതാണ് ഓപ്ഷൻ? ശരിയായ ഓപ്ഷൻ നിങ്ങൾ തന്നെ നോക്കുക. നിശ്ചയം. നിശ്ചയം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മളതിന് ഉത്തരം പറഞ്ഞു. ഉള്ള് അധികം മായാണ്. ഉൾ അധികം മാ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇനി ഉള്ള് അധികം മാ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആരും ഉത്തരം എഴുതാതിരിക്കരുത്. നമ്മൾ സ്വരീകൃത വ്യഞ്ജനം എന്നിട്ടൊരു ഭാഗമുണ്ട്. സ്വരീകൃത വ്യഞ്ജനം എന്നിട്ടൊരു ഭാഗമുണ്ട്. പ്രത്യേകം പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ള് എന്നാൽ ൾ എന്നതിൻ്റെ സ്വരീകൃത വ്യഞ്ജനമാണ് ള്. ന് എന്നതിൻ്റെ വ്യഞ്ജനം എൻ. ല് എന്നതിൻ്റെ വ്യഞ്ജനം ഇൽ. റ് എന്നതിൻ്റെ വ്യഞ്ജനം അർ. ഓക്കെ, അപ്പോൾ ള് എന്നതിൻ്റെ ഒരേ വേർഷൻ തന്നെയാണ് ഇത് അൾ എന്നുള്ളത്. ഓക്കെ, അൾ എന്നതിൻ്റെ സ്വരീകൃത വ്യഞ്ജനമാണ് ള്. അപ്പോൾ ഇതിൽ ഉള്ള് അധികം മാ കണ്ടില്ലെങ്കിൽ ഉൾ അധികം മാ എഴുതിയാലും ശരിയാണ്, വെൾ അധികം മാ എഴുതിയാലും ശരിയാണ്. ലാ ചന്ദ്രക്കലയും ൾ എന്നുള്ള ചില്ലക്ഷരവും ഒന്ന് തന്നെയാണ്. അത് രണ്ടും സ്വരീകൃത വ്യഞ്ജനം കൊണ്ട് നമ്മൾ പ്രത്യേകം പഠിക്കാനുണ്ട്. ഓക്കെ, നിശ്ചയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷായും ചായും ചേർന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാം ബേസ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ മാത്രമായിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ച് ആവശ്യമുള്ളവർ താഴെ നമ്മൾ ലിങ്കായിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാം. ഗ്രൂപ്പ് ലിങ്ക്, ടെലഗ്രാം ഗ്രൂപ്പ് ലിങ്ക്. ബാച്ചിലേക്ക് തുടങ്ങാൻ അല്ലെങ്കിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് നമ്പർ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ബേസ് വേണം, മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ CPOൻ്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രാഷ് കോഴ്സായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പരീക്ഷയ്ക്ക് എന്താണോ വരുന്നത് അത് മാത്രം പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം? താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സമാന പദം ഏത്? സമാന പദം ഏതെന്ന് പറയുമ്പോൾ ഇനൻ എന്നത് SCRT പാഠപുസ്തകത്തിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യം വന്നതാണ്. ഇനൻ നമ്മൾ ഒരിക്കൽ എടുത്തതാണ്. ഇനൻ എന്നാൽ സൂര്യൻ, ദിവാകരൻ, ദിനകരൻ. എന്താണ്? സൂര്യൻ. അരുണൻ, മാർത്താണ്ഡൻ എന്നെല്ലാം വന്നതാണ്. അരുണൻ, മാർത്താണ്ഡൻ, ആദിത്യൻ. അരുണൻ, മാർത്താണ്ഡൻ, ആദിത്യൻ, ദിനകരൻ, ദിവാകരൻ എല്ലാം ആരാണ്? സൂര്യനാണ്. ഇനൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. കാറ്റ്, കാറ്റിൽ വള്ളിയാടും. വള്ളി ഉണ്ടെങ്കിൽ, എന്തിന് വള്ളി ഉണ്ടെങ്കിൽ? അനിലൻ. വള്ളി ഉണ്ടെങ്കിൽ കാറ്റ്, വള്ളിയില്ലെങ്കിൽ അനലൻ. അണയ്ക്കുന്നത് തീയാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ കാറ്റിലാടുമ്പോൾ ഈ വള്ളികൾ ഇങ്ങനെ ആടുമല്ലോ. അപ്പോൾ വള്ളി ഉണ്ടെങ്കിൽ കാറ്റ്, കാറ്റിലാണ് വള്ളികൾ ആടുക അല്ലേ. അപ്പോൾ വള്ളി ഉണ്ടെങ്കിൽ കാറ്റ്, അണയ്ക്കുന്നത് എന്തിനാണ്? തീയെ, അനലൻ. വെയിൽ എന്നാൽ
വെയിൽ എന്നാൽ എന്താണ് ചോദിക്കും. ആത്തപം, ചൂട് വെയിൽ എന്നാണ് അർത്ഥം. ആത്തപം എന്താണ്? ചൂട് വെയിൽ. സൂര്യൻ നമ്മൾ പറഞ്ഞു ഈനൻ, ആദിത്യൻ, അരുണൻ, മാർത്താണ്ഡൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ പറയുന്നതിൽ പക്ഷിയുടെ പര്യായം ഏത്? പക്ഷി, അത് നമ്മൾ പറഞ്ഞതാണ്. പക്ഷിയുടെ പര്യായം ഏതാണ്? ഗഗം എന്നുള്ളതാണ്. എന്താണ്? ഗഗം എന്നുള്ളതാണ്. ഓക്കെ, നാഗം എന്നതിൻ്റെ പര്യായം നോക്കുക. ഫണി, ഫണി അല്ലേ. പന്നകം, പന്നകം, ഫണി, പന്നകം. നാഗം, നാഗം, നാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നാഗം. നമുക്ക് നാം ഈ പണിവതും നാഗം നരകവും അതുപോലെ. ഉള്ളൂരിൻ്റെ ഒരു കൃതിയാണ്, ഉള്ളൂരിൻ്റെ ഒരു കവിവാക്യമാണ് അല്ലേ. ഇപ്പോൾ ഈ നാഗം എന്ന് പറഞ്ഞ പാമ്പ, ഉള്ളൂർ പറഞ്ഞ നാഗം എന്താണ്? സ്വർഗമാണ്. നമ്മുടെ സ്വർഗം നമ്മളാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ നരകവും നമ്മളാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞാണ് ഉള്ളൂർ അല്ലേ. ഉള്ളൂർ. അപ്പോൾ ഈ നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നാണ്. സുരലോകം, ദിവം, ത്രിദിവം എല്ലാം എന്താണ്? സ്വർഗം എന്നാണ് അർത്ഥം. കായാണ് വന്നതെങ്കിൽ അതെന്താണ്? നാഗമാണെങ്കിൽ സ്വർഗം എന്നാണ്, നാഗമാണെങ്കിൽ പാമ്പ് എന്നാണ്. അതോടെ ഓർത്തു വയ്ക്കുക. താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഇത്ര നേരം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും എന്താണ്? പൂജക ബഹുവചനം ഒന്നേ ഉള്ളൂ, പക്ഷെ ബഹുമാനം കാണിക്കാൻ അറ് ചേർത്തു. ഏതാണ്? ദ്രോണർ എന്നുള്ളതാണ്. ഏതാണ്? ഒന്നേ ഉള്ളൂ, പക്ഷെ ബഹുമാനം കാണിക്കാൻ അറ് ചേർത്തു, ദ്രോണർ എന്നുള്ളതാണ്. അടുത്തത് വിദ്യാർത്ഥികൾ എന്ന ഓപ്ഷൻ നോക്കുക. വിദ്യാർത്ഥികൾ എന്താണ്? അലിംഗമാണ്. സ്ത്രീലിംഗം വരുന്നുണ്ട്, പുല്ലിംഗം രണ്ടും ഒരുമിച്ച് പറയുന്നുണ്ട്. അലിംഗം, ഉഭയലിംഗം അല്ലെങ്കിൽ സാമാന്യലിംഗമാണ്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമാണ്, സലിംഗത്തിൽ വരുന്നു. ശിശുക്കൾ എന്ന് പറയുമ്പോൾ അലിംഗമാണ്. അതിലെന്താണ്? രണ്ടുപേരെയും ചേർത്ത് പറയുന്നു, ഉഭയലിംഗം അല്ലെങ്കിൽ സാമാന്യലിംഗമായിട്ട് വരുന്നു. ഓക്കെ, പരിഭാഷപ്പെടുത്തുക, വിവർത്തനം ചെയ്യുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പുവർ. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പുവർ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും എന്നതാണ് ശരിയായ ഉത്തരം. അടുത്തത്, താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരുത്തി എഴുതുക. മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ പറഞ്ഞു. അതാണ് ഇതിൽ ശരിയായത്. ബാക്കി 2 ഓപ്ഷന് നിങ്ങൾ, ബാക്കി 3 ഓപ്ഷൻ നോക്കുക. മദ്യം പ്രസംഗത്തിനിടയിൽ ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ്? മദ്യം പ്രസംഗിക്കുന്നതിനിടയിൽ നിന്നൊരു സന്ദർഭം അവിടെ കൊടുക്കുന്നുണ്ട്, തെറ്റാണ്. പ്രസംഗത്തിനിടയിൽ ശിക്ഷാർഹമാണെന്ന്, അതായത് മദ്യം ഉപയോഗിക്കുന്നത് പ്രസംഗത്തിനിടയിൽ. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ധ്വനി ഇതിന് കൊടുക്കുന്നുണ്ട്. മന്ത്രി ഉദ്ബോധിപ്പിച്ചത് പ്രസംഗത്തിനിടയിൽ മദ്യം ശിക്ഷാർഹമാണെന്നാണ്. അതിലും ഒരു വാക്യഘടനയിൽ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. എന്താണ്? പ്രസംഗത്തിനിടയിൽ മദ്യം എന്നുള്ള അർത്ഥം എന്താണ്? പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കരുത്, ബാക്കി ഉപയോഗിക്കുക എന്നുള്ള അർത്ഥം ഇതിനിടയിൽ കൊടുക്കുന്നുണ്ട്. ശരിയായ ഉത്തരം എന്താണ്? മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. ഓക്കെ, അടുത്തത് ഏഷണി. ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? നമ്മളൊരിക്കൽ ക്ലാസ്സിലെടുത്തതാണ് ശൈലികളിൽ. എന്താണ്? നാരദക്രിയ, നാരദക്രിയ അല്ലേ. ഭിക്ഷു, ഭിക്ഷു എന്ന് പറഞ്ഞാൽ ഭിക്ഷുണി, ഭിക്ഷു, ഭിക്ഷുണി. ഭിക്ഷുയി ഒരു തവണ ഓപ്ഷനിൽ കണ്ടു, പക്ഷേ യഥാർത്ഥത്തിൽ ഭിക്ഷുണി എന്നതാണ് ശരിയായ ഉത്തരം. അടുത്തത്, താഴെ പറയുന്നതിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം. ഈ ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ 2ആയിട്ട് വേർപിരിച്ച് കിട്ടുന്നത് എന്താണ്? ഗജാശ്വങ്ങൾ, ഗജാശ്വങ്ങൾ. ദ്വന്ദ്വ സമാസം പറഞ്ഞാൽ 2 എണ്ണമായിട്ട് നമുക്ക് പിരിക്കാൻ സാധിക്കണം. ഗജവും അശ്വങ്ങളും, ഗജാശ്വങ്ങൾ. ഓക്കെ, അടുത്തത്, ഋഷിയെ സംബന്ധിച്ചത് ഒരുപാട് തവണ പറഞ്ഞതാണ് ആർഷം. ഋഷിയെ സംബന്ധിച്ചതാണ് ആർഷം. വിയോഗം എന്താണ്? സംയോഗം. അത് നമ്മൾ എടുത്തതാണ് വിയോഗം, സംയോഗം. കാടിയായാലും മൂടിക്കുടിക്കണം. എന്താണ്? ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. കാടിയായാലും മൂടിക്കുടിക്കണം എന്താണ്? ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത് എന്നാണ് ഈ ശൈലിയുടെ അർത്ഥം. എടുത്തത്, ഒറ്റപദം എഴുതുക. ഒറ്റപദം എഴുതുക എന്ന് പറയുമ്പോൾ ഇത് വീണ്ടും നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ ചോദ്യം തന്നെയാണ്. അറിയാൻ ആഗ്രഹമുള്ള ആൾ ആരാണ്? വിവക്ഷു. നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ചോദ്യ പേപ്പർ കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യത്തിന് സ്വാഭാവികമായിട്ട് നിങ്ങളെ കൊണ്ട് ഉത്തരം പറയാൻ സാധിക്കും. പിപ്പാസു, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. പിപ്പാസ, കുടിക്കാനുള്ള ആഗ്രഹം. പിപ്പാസ, കുടിക്കാനുള്ള ആഗ്രഹം. പിപ്പാസു, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. പിപ്പട്ടിഷു, പിപ്പട്ടിഷു, പഠിക്കാനുള്ള ആഗ്രഹം. പിപ്പട്ടിഷ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. പിപ്പട്ടിഷു എന്നോട് പറയാം. പിപ്പാസ, കുടിക്കാനുള്ള ആഗ്രഹം. പിപ്പാസു, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. പിപ്പട്ടിഷ, പഠിക്കാനുള്ള ആഗ്രഹം. പിപ്പട്ടിഷു, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. ജിജ്ഞാസു, അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. വിവക്ഷ, പറയാനുള്ള ആഗ്രഹം. വിവക്ഷു, പറയാൻ ആഗ്രഹിക്കുന്ന ആൾ. അടുത്തത്, അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? അറിയാൻ ആഗ്രഹമുള്ള ആൾ ജിജ്ഞാസു എന്നാണ്. അറിയാൻ ആഗ്രഹമുള്ള ആൾ ആരാണ്? ജിജ്ഞാസു. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. അങ്ങനെയാണ് വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന് ആ പേര് തന്നെ കിട്ടുന്നത്. കേരള തുളസീദാസൻ. കേരള തുളസീദാസൻ ആരാണ്? വെണ്ണിക്കുളം ഗോപാലകുറുപ്പാണ്. ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. 1965 പ്രഥമ ജ്ഞാനപീഠ ജേതാവായ ജി ശങ്കരക്കുറുപ്പിന്
ആ ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയായിരുന്നു ഓടക്കുഴൽ. അദ്ദേഹം അത് ഗുരുവായൂരപ്പനാണ് സമർപ്പിച്ചത്. അങ്ങനെ ശ്രീ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഓടക്കുഴൽ എന്ന പേരിൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുകയാണ്. ആ പുരസ്കാരം ആദ്യമായി കിട്ടിയത് വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ കൃഷ്ണനാണ്. ഗുരുവായൂരപ്പൻ ഇഷ്ടപ്പെട്ടത് എന്താണ്? വെണ്ണയാണ്, വെണ്ണി അല്ലേ. വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് എന്ന് ഓർത്താൽ മതി. അടുത്തത്, ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? അതിൻ്റെ ഒപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എ.ആർ. രാജരാജവർമ്മ എന്താണ്? കേരള പാണിനിയാണ്. സംസ്കൃതത്തിലെ വ്യാകരണ ഗ്രന്ഥമാണ് പാണിനീയം. അത് എഴുതിയത് പാണിനി. അങ്ങനെയെങ്കിൽ മലയാളത്തിന് ഒരു വ്യാകരണ ഗ്രന്ഥം വന്നപ്പോൾ അത് കേരള പാണിനീയമായി. അത് എഴുതിയ ആൾ കേരള പാണിനിയായി. ഓക്കെ. വള്ളത്തോൾ നാരായണ മേനോൻ കേരള വാത്മീകിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ഓക്കെ. രാമായണം തർജ്ജമ ചെയ്തപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ കേരള വാത്മീകിയാണെന്ന് ഓർത്താൽ മതി. വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് കേരള തുളസീദാസനാണ്. കുമാരനാശാൻ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നു. കുമാരനാശാൻ ആരാണ്? സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നു. അടുത്തത്, ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? കടവടുപ്പിക്കുക. ഒരു സ്ഥാനത്തിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ കടവടുപ്പിക്കുക എന്നാണ്. പ്രാചി എന്നതിൻ്റെ വിപരീതം എന്താണ്? പ്രാചി, പ്രതീചി. ശാരിക എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഇത് നമ്മൾ ഒരുപാട് തവണ ക്ലാസ് പറഞ്ഞതാണ്. ശാരിക അല്ലേ. കീരം, ശുഗം, കിളി എന്താണ്? തത്ത എന്നാണ് അർത്ഥം. കീരം, ശുഗം, കിളി എന്താണ്? തത്ത. കീരം, ശുഗം, കിളി. ശാരിക എന്താണ്? തത്ത എന്നാണ് അർത്ഥം. കിളി, കിളിപ്പാട്ട്. അങ്ങനെയാണ്, തത്തയെ കൊണ്ടല്ലേ അത് എഴുതിപ്പിക്കുന്നത്. അപ്പോൾ കിളിപ്പാട്ട്, കിളി എന്ന് പറഞ്ഞാൽ എന്താണ്? തത്ത എന്നർത്ഥം. ഓക്കെ. ചക്കോര എന്ന് പറഞ്ഞാൽ ചെമ്പോത്ത്, ഉപ്പൻ എന്നല്ല അർത്ഥം വരുന്നു അല്ലേ. അടുത്തത്, ഇതാണ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞൊരു കാര്യം. ശ്രദ്ധിക്കുക, വീട് അധികം പണി എന്നുള്ളതാണ്. വീട് അധികം പണി ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങൾ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. അതിചിഹ്നം കഴിഞ്ഞ് വരുന്നത് വ്യഞ്ജനമാണെങ്കിൽ ഇരട്ടിക്കും. അതിചിഹ്നം കഴിഞ്ഞ് വരുന്നത് വ്യഞ്ജനമാണെങ്കിൽ ഇരട്ടിക്കും. അപ്പോൾ എന്തായി? അതിചിഹ്നം കഴിഞ്ഞത് വ്യഞ്ജനമാണെങ്കിൽ എന്ത് ചെയ്തു? ഈ പ ഇരട്ടിക്കുന്നു ഓർത്താൽ മതി. അതിചിഹ്നം കഴിഞ്ഞത് വ്യഞ്ജനമാണെങ്കിൽ എന്ത് ചെയ്തു? ഇരട്ടിക്കുന്നു. ഒരു കാര്യം ഇതിനൊപ്പം തന്നെ നിങ്ങൾ ഓർത്തുക, മടി അധികം ശീല. അതിചിഹ്നം കഴിഞ്ഞത് വ്യഞ്ജനമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഷ ഇരട്ടിച്ചു, മടിശീല എന്നായി. മടിശീല എന്നുള്ളതായി. അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക, കൈ അധികം ആമം. അതിചിഹ്നം കഴിഞ്ഞു വന്നത് സ്വരമാണ്. അപ്പോൾ അത് ഇരട്ടിക്കില്ല. സ്വരമാണെങ്കിൽ ഇരട്ടിക്കില്ല, വ്യഞ്ജനമാണെങ്കിൽ ഇരട്ടിക്കുള്ളൂ. മിക്കവാറും ആ എന്ന് വന്നാൽ അത് യാ ആയിട്ട് മാറും. ഓക്കെ. കൈ അധികം ആമം, കയ്യാമം. അങ്ങനെയെങ്കിൽ ഞാൻ ഒന്നുകൂടെ തരാം. കൈ അധികം അക്ഷരം എന്താവും? കൈയക്ഷരം. കൈ അധികം അക്ഷരം എന്താണ്? കൈയക്ഷരം. കൈ അധികം അക്ഷരം എന്നാണെങ്കിൽ കൈയക്ഷരം. യാ ആണ് അവിടെ വരിക. കൈക്കൂലി. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കുക. കൈക്കൂലി. കൈ അധികം കൂലി. കൈക്കൂലി എന്തായിട്ട് മാറും? കൂലി എന്ന് പറയുമ്പോൾ കായാണ്, വ്യഞ്ജനമാണ്, ഇരട്ടിക്കും. കൈക്കൂലി ഇരട്ടിക്കും എന്ന് ഓർക്കുക. കൈ അധികം തൊഴിൽ. നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ടേ. കൈ അധികം തൊഴിൽ വ്യഞ്ജനമാണ്, വ്യഞ്ജനം ഇരട്ടിക്കും. അപ്പോൾ എന്താണ് വരിക? നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിടുക. അടുത്തത് കേമൻ. കേമം അധികം അൻ. ഒന്നും നോക്കണ്ട. കേമം അധികം അൻ. അതാണ് ശരിയായ ഉത്തരം. കേമം അധികം അൻ. അടുത്തത്, കർത്താവ്, കർത്തൃ. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ്. ഇനിയും ഞാൻ ചോദ്യം എടുത്ത് പറഞ്ഞില്ല. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം എന്ത്? കർത്താവ്, കർത്തൃ. കവി, കവയത്രി. കർത്താവ്, കർത്തൃ. അഭിനേതാവ്, അഭിനേത്രി. ചാക്യാർ, ഇല്ലോടമ്മ. നമ്പ്യാർ, നങ്ങ്യാർ. ചാക്യാർ കൂത്ത് ഇല്ലങ്ങളിലെന്ന് ഓർത്താൽ മതി. ചാക്യാർ, ഇല്ലോടമ്മ. നമ്പ്യാർ, നങ്ങ്യാർ. നമ്പൂതിരി, അന്തർജനം. ഭ്രാതാവ്, സ്വസ്താവ്. ആങ്ങള, പെങ്ങള അല്ലേ. പെങ്ങളെന്നും പറയാം. ആങ്ങള, പെങ്ങള. അച്ഛൻ, അമ്മ അല്ലേ. മാതാവ്, പിതാവ്. സഹോദരിയുടെ ഭർത്താവ്, സ്വാലൻ. അതുപോലെ തന്നെ മരുമകൻ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ മകളുടെ ഭർത്താവ്, ജാമാതാവ്. മകളുടെ ഭർത്താവ്, ജാമാതാവ്. മരുമകൾ, മകൻ്റെ ഭാര്യ, സ്നുഷ. ഓർത്ത് വയ്ക്കണം. പുത്രൻ്റെ പുത്രൻ, പൗത്രൻ. മകളുടെ മകൻ, ദൗഹിത്രൻ. പുത്രൻ്റെ പുത്രി, പൗത്രി. മകളുടെ മകൾ, ദൗഹിത്രി. സഹോദരിയുടെ മകൻ, ബാക്കിനേയൻ. സഹോദരിയുടെ മകൾ, ബാക്കിനേയ. പ്രത്യേകം ഓർത്ത് വയ്ക്കണേ. തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം തമ്പി. തങ്കച്ചി എന്നാണ് നമുക്ക് ഓപ്ഷനിൽ. തങ്ക എന്നുള്ള ഓപ്ഷൻ ബി. തമ്പി, തങ്കച്ചി.
സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ഏകവചന രൂപം നമുക്കറിയാം. നമ്മൾ പറഞ്ഞു ബഹുവചനം എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഉണ്ട്. അപ്പോൾ അതെന്താണ്? അത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ട് നമ്മൾ വീണ്ടും കാണും. നിങ്ങൾക്ക് ബാച്ചിലേക്ക് തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. CPUൻ്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി മെയിൻസിനെ ക്രാഷ് കോഴ്സായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ 2 നേരം ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് ഇൻഫോ എന്ന് പറഞ്ഞ് ഇട്ടാൽ മതി. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.